നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ വലതു കൈയിൽ ഒന്ന് നോക്കുക. ആ കൈയുടെ വിരലുകളിൽ സ്വർണ്ണമോതിരം അല്ലെങ്കിൽ വെള്ളി മോതിരം കിടക്കുന്നതായി കാണുന്നുവോ? പുതിയ വില കൂടിയ വാച്ച് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്നതായി കാണുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലെ ആ വിരലുകൾ ഒരു പുതിയ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ തലോടി നിങ്ങളൊരു പുതിയ വാഹനം ഓടിക്കുന്നതായി സ്വപ്നം കാണുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ സ്വപ്നം സഫലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളുടെ വലതു കൈയിൽ നിങ്ങൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടു കാണില്ല. എന്നാൽ ആ വിരലുകളിൽ സ്വർണ്ണമോതിരമണിഞ്ഞ് അല്ലെങ്കിൽ വെള്ളിമോതിരമണിഞ്ഞ് വില കൂടിയ വാച്ചുകൾ ധരിച്ച് ഭംഗിയായി വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആർഭാടപൂർവമായി ജീവിക്കുവാൻ യോഗം നിങ്ങളിലുണ്ട്. അങ്ങനെ സർവ്വവിധ യോഗങ്ങളും വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന, എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. സ്വപ്നം കാണുന്നതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന നക്ഷത്രജാതകർ. ഇവർ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവരുടെ കാര്യങ്ങളൊക്കെ 85% വരെ നടന്നു തന്നെ കിട്ടും. പുതിയ വീട്, പുതിയ വാഹനം എന്നു വേണ്ട സകലതും നേടിയെടുക്കാൻ കഴിയുന്ന നക്ഷത്രജാതകർ. സ്വപ്നം കാണുന്ന ഒരു ബിസിനസ് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന നക്ഷത്രജാതകർ. ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വിജയിക്കാൻ കഴിയുന്ന നക്ഷത്രജാതകർ. നേതൃപാടവമുള്ള നക്ഷത്രജാതകർ. ഇവർക്കതിന് കഴിയും, ഉറപ്പാണ്. വരുന്ന നാളുകൾ ഇവരുടെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും. അങ്ങനെ വിജയത്തിലെത്തുന്ന, ഈ സ്വപ്നം കണ്ടതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് അല്പസ്വല്പ കാലദോഷങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ മറന്നേക്കുക. ഇനിയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരില്ല. കഷ്ടതകളൊക്കെ അവസാനിക്കും. സ്വയം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. ആത്മവിശ്വാസം കൈവെടിയാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയിക്കാൻ തന്നെ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഏത് രംഗത്തുണ്ടോ ആ രംഗത്തൊക്കെ അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇത് 85% സത്യമായിത്തീരുന്ന കാര്യം തന്നെയാണ്. ഇവരുടെ സമയം അനുകൂലമാകുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒക്കെയും ലൈക്ക് ഞാൻ കാണുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നാളെ ഗണപതി ഹോമമുണ്ട്. ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജ അർപ്പിക്കുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന, ജീവിതത്തിൽ ഉയർച്ച മാത്രം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. സ്വപ്നം കാണുന്നതൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. വരും വരായികകൾ മുൻകൂട്ടി അറിയുവാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ അശ്വതി നക്ഷത്ര ജാതകർക്കുണ്ട്. തന്നെ നയിക്കുന്നത് ഒരു പ്രത്യേക ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരും അശ്വതിയിലുണ്ട്. അശ്വതി ഭാഗ്യമാണ്. അശ്വതി ഐശ്വര്യമാണ് ഓരോ കുടുംബത്തിൻ്റെയും. അശ്വതി ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യും എന്നാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു സമയം തെളിയുന്നു. നിങ്ങളുടെ കയ്യിലെ വിരലുകളിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണ മോതിരത്തിലേക്കൊന്ന് നോക്കൂ. വെള്ളി മോതിരത്തിലേക്കൊന്ന് നോക്കൂ. വില കൂടിയ വളകളിലേക്കൊന്ന് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്. നിങ്ങൾക്കിനി അങ്ങനെ ഒരു വളയോ സ്വർണമോ ഒന്നും നിങ്ങൾക്കില്ല എങ്കിൽ പോലും ഇനി അത് അണിയുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും.
വലിയൊരു വീട് വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമം നടത്തുക. അശ്വതിക്കിത് നല്ല സമയമാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം അശ്വതി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങളുണ്ട്. മാസത്തിൽ ഒരു തവണ നവഗ്രഹ പൂജയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകരുടെ നല്ല സമയം ഇനിയാണ്. ഉയർച്ചയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. എല്ലാ രീതിയിലും വിജയിക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. വരുന്ന 3 വർഷക്കാലം നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന രംഗത്ത് നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അല്പസ്വല്പമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ. അതിനായിട്ട് നല്ല ഒരു ശ്രമം നടത്തുക. നിങ്ങളിപ്പോൾ ഏറ്റവും താഴെ തട്ടിലാണ് എന്ന് സങ്കല്പിക്കുക. ജീവിതത്തിൽ ഒന്നുമായിട്ടില്ല, ഇനി ആകും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഇന്നുവരെ, ഈ സമയത്ത് വരെ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, ആ ഒരു വലിയൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. കാർത്തികയ്ക്ക് നല്ല സമയമാണ്. കാർത്തികയ്ക്ക് ഉയർച്ചയാണ്. കാർത്തികയ്ക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയവും കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന സമയം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല, എൻ്റെ വിധിയാണിതെന്നൊക്കെ ഓർത്ത് പലപ്പോഴും സഹതപിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഇവരിലുണ്ട്. എനിക്കിതൊന്നും കഴിയില്ല, ഞാൻ ശപിക്കപ്പെട്ട ഒരു ജന്മം തന്നെയാണ് എന്ന് കണക്ക് കൂട്ടിക്കഴിയുന്ന ചിലരുണ്ട് പുണർത നക്ഷത്ര ജാതകരിൽ. നിങ്ങളാണ് ഏറ്റവും ബെറ്റർ, നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ, നിങ്ങൾക്കാണ് ഏറ്റവും അധികം കഴിവുള്ളവർ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. പുണർതത്തിൻ്റെ നല്ല സമയമാണ്. ഏതു മേഖലയിലും വിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പുണർത നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അത് ലഭ്യമാകും. ആരോടും രഹസ്യങ്ങൾ തുറന്നു പറയാതിരിക്കുക. രഹസ്യങ്ങൾ ഒരിക്കലും പബ്ലിസിറ്റി ആക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ അത് നടന്ന് കിട്ടിയതിന് ശേഷം മറ്റുള്ളവരോട് പറയുക. അതിനു മുന്നേ തന്നെ അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ഫലിക്കില്ല എന്ന് സാരം. ഏതായാലും പുണർത നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. നിങ്ങളൊരു ദേവീ ഭക്തയാണ് എങ്കിൽ ഈ കാണുന്ന നക്ഷത്ര ജാതകർ, അശ്വതിയാണെങ്കിലും കാർത്തികയാണെങ്കിലും പുണർത്തമാണെങ്കിലും, നിങ്ങളൊരു അമ്മ ഭക്തയാണ് എങ്കിൽ ഓം ഭദ്രകാളിയെ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതിൻ്റെ ഊർജം, അതിൻ്റെ എല്ലാ ശക്തി, എല്ലാ പവറും നിങ്ങൾക്ക് ലഭ്യമാകും. രക്ഷപ്പെടും എന്ന് ചുരുക്കം. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചയും വന്നു ചേരുന്ന നക്ഷത്രം. ചിത്തിരയ്ക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, ഒരു വലിയ വണ്ടി, ഒരു ആർഭാടപൂർവമായ വണ്ടിയിൽ, ഒരു പുതുപുത്തൻ കാറിൽ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കി ആ കൈകൾ നിങ്ങൾ ആ സ്റ്റിയറിംഗ് വീലിൽ ഒന്ന് ഓടിക്കുന്നതായി സ്വപ്നം കാണൂ. ആ പുത്തൻ വണ്ടിയിലിരിക്കുന്നതായി. അതിന് നിങ്ങൾക്ക് കഴിയും. ചിത്തിരയ്ക്ക് അത് കഴിയും, ഉറപ്പായും കഴിയും. ബിസിനസ്സൊക്കെ വിജയിപ്പിക്കാൻ കഴിയുന്ന നക്ഷത്രമാണ് ചിത്തിര. ചിത്തിര ഭാഗ്യമാണ്. ചിത്തിര ഐശ്വര്യമാണ്. ഏത് വീട്ടിൽ ചിത്തിരയുണ്ടോ അവിടെയൊക്കെ സമൃദ്ധി വിളയാടുമെന്നാണ്. പിന്നെ എന്തുകൊണ്ട് ചിത്തിരയ്ക്കൊരു ഉയർച്ച വന്നു ചേരുന്നില്ല? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ശ്രമം, നിങ്ങളുടെ ശ്രമം വിജയകരമാക്കുക. നിങ്ങളുടെ ശ്രമത്തിന് വേണ്ടിയിട്ട് പോരാടുക. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് നടന്നു കിട്ടും. 3 പ്രാവശ്യം വരെ നിങ്ങൾ പരാജയപ്പെടാം, പക്ഷേ 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ ഏറ്റവും വലിയ വിജയത്തിലെത്തുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളൊരു ചെറു ബിസിനസ് തുടങ്ങുക. ആ ചെറു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും. ഉറപ്പായും അങ്ങനെ വലിയ രീതിയിലെത്തിയ ചിത്തിര നക്ഷത്ര ജാതകരുണ്ട്. നിങ്ങളിപ്പോൾ വിദേശ രാജ്യത്താണ്, കഷ്ടപ്പെടുന്നുണ്ട്. മാറി ചിന്തിക്കുക, വീണ്ടും വീണ്ടും മാറി ചിന്തിക്കുക. തീർച്ചയായും ചിത്തിര നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ചിത്തിര ഭാഗ്യമാണ്. ചിത്തിര ഐശ്വര്യമാണ്. ചിത്തിര ഏതൊരു വീട്ടിൻ്റെയും വിളക്കാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ചിത്തിര നക്ഷത്ര ജാതകർക്ക് നടക്കും. സന്ധ്യാനാമങ്ങളൊക്കെ ചൊല്ലുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്ത 3 വർഷക്കാലമായി ഒരുപാട് വിഷമതകൾ തന്നെയായിരുന്നു.
അപ്പോൾ ഒരു രക്ഷപ്പെടലിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ചിത്തിര രക്ഷപ്പെടും. ചിത്തിരയ്ക്ക് സമൃദ്ധിയാണ്. ചിത്തിര ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ, പരാജയങ്ങളൊക്കെ സംഭവിച്ച വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന സമയം കൂടുതൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട. ആ ബിസിനസ് തന്നെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് മോടി പിടിപ്പിച്ച് മുന്നോട്ട് പോവുക, അതിൽ തന്നെ തുടരുക. തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ, ഒപ്പം നിങ്ങൾ പുതുകാര്യങ്ങൾ കൂടി ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് നേട്ടമുണ്ടാകും, അഭിവൃദ്ധിയിലേക്ക് പോകും. വിഷമതകളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന സമയം തന്നെയാണ്. അത് മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ പല അജ്ഞത കൊണ്ടും നിങ്ങൾക്ക് പല പരാജയങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും നന്നായി ശ്രമിക്കാറുണ്ട്, പക്ഷേ പലപ്പോഴും പരാജയമാണ്. നിങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങുവാൻ സാധിക്കും. നിങ്ങൾക്കൊരു വലിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. നിങ്ങൾ സ്വപ്നം കണ്ട ആ ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. തീർച്ചയായും അതിന് കഴിവുണ്ട്, അതിനുള്ള അർപ്പണബോധവും നിങ്ങൾക്കുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. വളരെ ഈശ്വരവിശ്വാസിയായ നിങ്ങൾക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഉയർച്ച മാത്രമാണ്, നല്ല രീതിയിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും ജോലിയിലും അതുപോലെ തന്നെ നിങ്ങൾ കുടുംബ ജീവിതത്തിലും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി അർപ്പണബോധത്തോടുകൂടി മുന്നേറുക, വിജയിക്കുക തന്നെ ചെയ്യും. ഇവർ ഭാഗ്യശാലികളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.